ഏറ്റവും വലിയ വിവാദ ചുഴിയിൽപ്പെട്ടിരിക്കുന്ന ഒരു സംഭവത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നീറ്റും നെറ്റും വിവാദ ചുഴിയിലാണ്. നെറ്റ് പരീക്ഷ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. നീറ്റ് അത് 10 ലക്ഷം ആൾക്കാർ എഴുതിയ പരീക്ഷയായിരുന്നു. നീറ്റ് പരീക്ഷ നെറ്റ് പരീക്ഷയാണ് ക്യാൻസൽ ചെയ്തത്. അത് 10 ലക്ഷം ആൾക്കാർ എഴുതിയിരുന്നു. നീറ്റ് പരീക്ഷയിൽ ഒരു വിദ്യാർത്ഥി തനിക്ക് ചോദ്യപേപ്പർ നേരത്തെ കിട്ടിയെന്ന് വെളിപ്പെടുത്തിയിരുന്നു. അതോടെ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. സുപ്രീം കോടതി അതിനിശ്ചിതമായ വാക്കുകളിലാണ് ഇതിനെക്കുറിച്ച് വിമർശിച്ചത്. അതായത് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എങ്കിൽ പോലും UGCയെ കൂടി ഇതിൽ വെട്ടിലാക്കിയിട്ടുണ്ട്. എന്തായാലും നീറ്റും നെറ്റും വിദ്യാർത്ഥികളിൽ വല്ലാത്ത ആശങ്ക ഉണ്ടാക്കുന്നു. എത്രയോ കുട്ടികൾ വളരെ ഉത്കണ്ഠയോടെയും കൗതുകത്തോടെയും ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ടാണ് ഈ പരീക്ഷകളൊക്കെ എഴുതുന്നത്. ഇതൊരു പ്രവേശന പരീക്ഷ ആയതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെ എഴുതുന്ന കുട്ടികൾക്കെല്ലാം ഇതിൻ്റെ പിന്നാമ്പുറങ്ങൾ തിരിമറികളും കൈക്കൂലിയും നടക്കുന്നു എന്നുള്ള ആശങ്കപ്പെടുന്ന റിപ്പോർട്ടുകളും വാർത്തകളും വരുമ്പോഴാണ് ഈ പരീക്ഷയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മെയ് 5-ന് രാജ്യത്തെ 4750 കേന്ദ്രങ്ങളിലായി ഏതാണ്ട് 24 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പ്രവേശന പരീക്ഷയായ നീറ്റ് എഴുതി. ജൂൺ 4-ന് പരീക്ഷാഫലം പുറത്തുവന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ 2ഉം 3ഉം വിദ്യാർത്ഥികൾ 1ാം റാങ്ക് നേടിയെടുത്ത് ഇത്തവണ 67 വിദ്യാർത്ഥികളാണ് ഇടം പിടിച്ചത്. പരീക്ഷാഫലത്തിൽ ഞെട്ടിയ വിദ്യാർത്ഥികൾ ചോദ്യപേപ്പർ ചോർന്നുവെന്നും പരീക്ഷയിൽ അട്ടിമറി നടന്നുവെന്നും ആവർത്തിച്ചാരോപിച്ചു. അട്ടിമറി നടന്നിട്ടില്ല എന്ന നിലപാടെടുത്ത നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ഇനി അത് ആവർത്തിക്കാൻ കഴിയില്ല. ബീഹാറിൽ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ അറസ്റ്റിലായ വിദ്യാർത്ഥി അനുരാഗ് യാദവ് നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു കിട്ടിയെന്ന് പോലീസിന് മൊഴി നൽകി. ചോദ്യപേപ്പറും ഉത്തരവും ബന്ധുവഴി പരീക്ഷയുടെ തലേദിവസം രാത്രി ലഭിച്ചു. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറുമായി ഇതിന് സമാനതകൾ ഏറെയുണ്ടായിരുന്നുവെന്നാണ് സമസ്തിപൂർ പോലീസിന് മുൻപാകെ നൽകിയ മൊഴി. ചോദ്യപേപ്പർ ചോർത്തി നൽകുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് വലിയ മാഫിയ സംഘങ്ങൾ. ചോദ്യപേപ്പറുകൾക്കായി 30 ലക്ഷത്തിലധികം രൂപ രക്ഷിതാക്കൾ നൽകിയതായി ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം അറസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികൾ സമ്മതിച്ചിട്ടുണ്ട്. സമയക്കുറവ് ലഭിച്ച 1563 വിദ്യാർത്ഥികൾക്ക് സുപ്രീം കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് പുനഃപരീക്ഷ നടക്കും. അപ്പോഴും പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കപ്പെടുന്നില്ല. നീറ്റ് വിവാദം പാരമ്യത്തിൽ നിൽക്കുമ്പോഴാണ് UGC നെറ്റ് പരീക്ഷ റദ്ദാക്കിയെന്ന NTA അറിയിപ്പ്. നാഷണൽ സൈബർ ക്രൈം ത്രെഡ് അനലിറ്റിക്സ് യൂണിറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നതായി കണ്ടെത്തി. തുടർന്നാണ് പരീക്ഷ റദ്ദാക്കിയത്. 10 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിരുന്നു. ഒരു മാസത്തിനുള്ളിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ മേൽനോട്ടത്തിൽ നടന്ന 2 പരീക്ഷകളിലാണ് ക്രമക്കേടുകൾ ആരോപിക്കപ്പെടുന്നത്. ഉത്തരവാദിത്തമേറ്റെടുത്ത് പ്രശ്നം പരിഹരിക്കാൻ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല. നെറ്റ് പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം CBIക്ക് കൈമാറി. വിദ്യാഭ്യാസ മന്ത്രാലയം കൈയൊഴിഞ്ഞു. നീറ്റിലാകട്ടെ ഒരു അന്വേഷണ ഏജൻസി പോലും ഇതുവരെ അന്വേഷണത്തിന് മുതിർന്നിട്ടില്ല. ക്രമക്കേടുകളിൽ ഇരുട്ടിലായത് രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ്. വേണ്ടത് സമഗ്രമായ അന്വേഷണമാണ്. ക്രമക്കേടിനു പിന്നിലെ മാഫിയകൾക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കണം. ന്യൂസ് ഡെസ്ക് 24. വളരെ ഞെട്ടലോടെയാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ നെറ്റ് പരീക്ഷ ക്യാൻസൽ ചെയ്തു എന്ന വാർത്ത ആളുകൾ കേട്ടത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ, 10 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയാണ് നെറ്റ് എന്ന് പറയുന്നത്. ആ നെറ്റാണ് ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. നീറ്റ് പരീക്ഷ എപ്പോഴും ക്യാൻസൽ ചെയ്തിട്ടില്ല. കുറച്ച് കുട്ടികൾ വീണ്ടും പരീക്ഷ എഴുതാൻ സുപ്രീം കോടതി 1000-ലധികം വിദ്യാർത്ഥികളെ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ ഉടനീളം പ്രതീക്ഷയോടെ കാണുന്ന നീറ്റ് പരീക്ഷ നീറ്റല്ല എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ വളരെ ആശങ്കയോടെയാണ് കാണുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷകളുടെ വിശ്വാസ്യതയാണ് നഷ്ടപ്പെട്ടതെന്നാണ് വിദ്യാർത്ഥികൾ നമ്മളോട് പ്രതികരിച്ചത്. കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയാണ് ഇവരിപ്പോൾ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നതും ഇതിനെതിരെ ഗൗരവമായ അന്വേഷണം വേണമെന്നും വിദ്യാർത്ഥികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടു. അവരുടെ കടുത്ത രോഷം നിറഞ്ഞ പ്രതികരണങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. നമ്മൾ അത്രയും സ്ട്രെസ്ഡ് ആയിട്ട് നമ്മൾ അത്രയും പഠിച്ചിട്ടായിരിക്കും ഓരോ എക്സാം എഴുതുന്നുണ്ടാവുക. നമ്മളൊരു എക്സാം പ്രിപ്പയർ ചെയ്ത് നമ്മളൊരു എക്സാം എഴുതി കഴിഞ്ഞിട്ടാണ് അവർ റദ്ദാക്കുന്നത്. അപ്പോൾ അത് എഴുതിയ കുട്ടികൾക്ക് എത്രത്തോളം മെൻ്റലി അവർ ഡിപ്രസ്ഡ് ആയിട്ടുണ്ടാവും എന്നുള്ളത്. ഒരു എക്സാം റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളെ മെൻ്റലി അത് ബാധിക്കും. പക്ഷേ എക്സാമിൽ ഇങ്ങനെ ലൂപ്പ് ഹോൾസ് വരുമ്പോൾ
അതെന്തായാലും റദ്ദാക്കുന്നതാണ് നല്ലത്. കാരണം കുറേ കുട്ടികൾ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് എഴുതുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇങ്ങനെ എക്സാമിൽ എന്താ പറയുക ഗ്രേസ് മാർക്ക് അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ അത് അത്ര ഫെയർ ആയിട്ട് തോന്നുന്നില്ല. കുറച്ചുകൂടെ റെസ്പോൺസിബിളായിട്ട് ചെയ്യണം. കാരണം ഒരുപാട് നാൾ നമ്മൾ പഠിച്ച് കുറേ ഇതിന് വേണ്ടി എഫേർട്ട് ഇട്ടിട്ടൊക്കെ എടുക്കുമ്പം അവർ എക്സാംസ് നടത്തുന്നവർ കുറച്ചുകൂടെ റെസ്പോൺസിബിളാണ്. കാരണം ഒരുപാട് എഫേർട്സ് വരുന്നുണ്ട്. നമ്മൾ നെറ്റ് എക്സാംസിനായാലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മൾ കോച്ചിങ് ഒക്കെ ചെയ്തിട്ടും കുറേ ടൈം എക്സ്ട്രാ എടുത്തിട്ടാണ് പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. ഗവൺമെൻറ് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആവണം. ഇപ്പോൾ കുട്ടികളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അത് മോശമാണെന്നാണ് പറയാനുള്ളത്. ഗവൺമെൻറ് ഇങ്ങനെയൊക്കെ കാണിക്കുക, എത്രയോ കഷ്ടപ്പെട്ട കുട്ടികൾ പഠിച്ച് ഇങ്ങനെ ആവുന്നത്. അപ്പം അത് ശരിയല്ലെന്ന് തന്നെ സർക്കാരിനോട് തന്നെ പറയാനുള്ള ഒരു ഇതാണ്, റൈറ്റ്സാണ് പറയാൻ.